സമാധാനപരമായ ഈ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് വളരെ ന്യായമായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്. ഒന്ന്, ഈ കോട്ടയം മെഡിക്കൽ കോളേജ് ഇവിടെ സ്ഥാപിതമാകുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത ഇവിടുത്തെ അല്ലെങ്കിൽ ആളുകളെ എല്ലാം ക്രോഡീകരിച്ച് അവരെ യോജിപ്പിച്ചുകൊണ്ട് ഈ മെഡിക്കൽ കോളേജിന് സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുൻകൈയെടുക്കുകയും അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ മെഡിക്കൽ കോളേജ് നിർമ്മിക്കുന്നതിന് വേണ്ടി സ്ഥലം അത് വിട്ടുകൊടുക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ജോർജ് ജോസഫ് പൊടിപാറ, ആ പൊടിപാറയുടെ പേര് ഈ മെഡിക്കൽ കോളേജിന് നൽകണമെന്ന നാമകരണം ചെയ്യണമെന്ന ആവശ്യമാണ് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ഇവിടെ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇവിടെ ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥ. ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇവിടെ പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് സൗജന്യമായി വിതരണം ചെയ്യണം. ഇവിടെ TT എടുക്കണമെങ്കിൽ പോലും രോഗികൾ പുറത്തുപോയി മരുന്ന് വാങ്ങിക്കേണ്ട ഗതികേടാണ്. കഞ്ഞി പോലും ഇല്ലാത്ത അവസ്ഥ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ട്. ഒരു രോഗി മരിച്ചാൽ ആ രോഗിയുടെ മൂക്കിൽ വെക്കാൻ കഞ്ഞി പോലും ഇല്ലാത്ത അവസ്ഥ ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലല്ല, ഇവിടുത്തെ സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ ആശുപത്രിയിലെ അവസ്ഥയാണ്. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവാം. ഇവിടെ അല്ലെങ്കിൽ ഇവിടുത്തെ MLA, അദ്ദേഹം മന്ത്രി കൂടിയാണ്, അദ്ദേഹം ഇതിനെ മുൻകൈ എടുക്കണം. ഇവിടുത്തെ അതോടൊപ്പം നിയമനങ്ങൾ സുതാര്യമാക്കണം. ഇവിടെ ആശുപത്രി വികസന സമിതി എന്ന് പറയുന്ന സംഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ആശുപത്രി വികസന സമിതി കൂടാറില്ല. ഏകപക്ഷീയമായി ഇവിടെ ചില ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഇവിടുത്തെ ജനപ്രതിനിധികൾ ചേർന്നുകൊണ്ട് ഈ ആശുപത്രിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയെ ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രയോജനമില്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ട രോഗികൾക്ക് അവർക്ക് സൗജന്യമായി മരുന്ന് വിതരണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ എത്തുന്ന രോഗികൾക്ക് യഥാസമയം വേണ്ട ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടി സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്. എനിക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ആളുകൾ ഇവിടെ വന്നവർ പറഞ്ഞു സ്വകാര്യ ആശുപത്രിയിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ ചെലവ് പല കാര്യത്തിലും കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ വരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പാവപ്പെട്ടവരെ സേവിക്കാനായിരിക്കുന്ന ഗവൺമെന്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ഞാൻ പറഞ്ഞു നിരവധിയായ ആളുകൾ ഞാൻ ഓർക്കുന്നു നമ്മുടെ ഇവിടെ സ്ഥലം സംഭാവന ചെയ്ത പാടകശ്ശേരി ഇല്ലത്ത് ശ്രീകുമാരൻ മൂത്തത്, പുളിക്കപ്പറമ്പിൽ വലിയ സാറ്, ഇടച്ചേത്ര വർക്കി, വലിയ വീട്ടിൽ പോത്തൻ, പാലമറ്റം, പ്ലാത്തോട്ടം, ബ്ലോക്കിയിൽ, ഉറുമ്പുകുഴിയിൽ, തെക്കേടം, മുക്കാശ്ശേരി, പൊടിപാറ, മാണിച്ചൻ, ചാക്കോച്ചൻ തുടങ്ങിയവരെ ചേർന്ന് സംഭാവന ചെയ്ത് 400 ഏക്കർ സ്ഥലത്തിലാണ് സൗജന്യമായി സംഭാവന 400 ഏക്കർ സ്ഥലത്തിലാണ് ഇന്ന് ഈ മെഡിക്കൽ കോളേജ് നിലനിൽക്കുന്നത്. അപ്പൊ ഇത് ഇപ്പോ ഇവിടെ അധികാരത്തിൽ നിൽക്കുന്നവർ പറയുന്നു അവരുടെയാണ്, അവരുടെ സംഭാവനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ മേൽ പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയുവാണ് ഈ സ്ഥലം സംഭാവന ചെയ്ത അല്ലെങ്കിൽ ഇതിനുവേണ്ടി പ്രവർത്തിച്ച ആളുകളെ അനുസ്മരിച്ച് അല്ലെങ്കിൽ വിസ്മരിച്ചുകൊണ്ട് ഈ ആശുപത്രി മുന്നോട്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ നിർമ്മിപ്പിക്കുന്നില്ല. ഈ ആശുപത്രിക്ക് ജോർജ് ജോസഫ് പൊടിപാറ എന്ന മെമ്മോറിയൽ ആക്കണമെന്ന് ആവശ്യമുന്നയിച്ചുകൊണ്ട് ഞങ്ങളിന്ന് ജോർജ് ജോസഫ് പൊടിപാറയുടെ ഫോട്ടോ